dear children, welcome to our mathematics class. ടീച്ചറിന് കുട്ടന്മാരൊക്കെ സുഖമായിരിക്കുന്നു, സേഫായിരിക്കുന്നു, വളരെ ഫൈൻ. വോയിസ് വിടുന്ന പോലെ അല്ലല്ലോ, നിങ്ങളെ ഒന്ന് കാണുമ്പോൾ ഒരു ഭയങ്കര സന്തോഷം. ടീച്ചറിനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഹാപ്പി അല്ലേ? അതുപോലെയാണ് കേട്ടോ. യൂട്യൂബ് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ ഫ്രണ്ടിൽ ഉണ്ടെന്നാണ്. ഓരോരുത്തരുടെയും സൗണ്ടും ഓരോരുത്തരുടെയും മുഖവും ടീച്ചറിൻ്റെ ഫ്രണ്ടിലുണ്ടെന്ന് പെട്ടെന്ന് ടീച്ചറിനെ അങ്ങ് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ പ്രോഗ്രാമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞ് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് എല്ലാവരും ഫ്ലവർ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തു. ഫ്ലാഗ് അരച്ചിട്ടു, ഫ്ലാഗിൻ്റെ പിക്ചർ പെയിൻറ്റ് ചെയ്തിട്ടു. അപ്പോൾ ടീച്ചറിൻ്റെ മക്കളെല്ലാവരും കുട്ടന്മാരെല്ലാവരും നന്നായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടു കേട്ടോ. എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഭയങ്കര സന്തോഷം. അപ്പോൾ അതിനാദ്യമേ ടീച്ചറിൻ്റെ വക എല്ലാവർക്കും കൺഗ്രാജുലേഷൻ കേട്ടോ. എല്ലാവർക്കും മിടുക്കരി പിള്ളേരാണ് ടീച്ചറിൻ്റെ പിള്ളേർ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ടീച്ചർ പറഞ്ഞില്ലായിരുന്നു, മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് അത് കഴിഞ്ഞ് ഓർമ്മയോടെ വന്നല്ലോ അല്ലേ, ഇൻഡിപെൻഡൻസ് ഡേയുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മാത്തമാറ്റിക്സ് അങ്ങോട്ട് പഠിച്ചേക്കാം. നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സൊക്കെ മിസ്സായാലും നമുക്ക് പഠിക്കണ്ടേ. ഇന്ന് എന്താ നമ്മൾ പഠിക്കുക? നമ്മൾ 4 വരെ പഠിച്ചല്ലേ, 4ഉം 5ഉം പഠിച്ചു. നമുക്കിന്ന് ടീച്ചർ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു വെച്ചായിരുന്നല്ലോ, ഫാറ്റും തിന്നും പഠിക്കാം. എന്നിട്ട് നമുക്ക് നമ്പർ പഠിക്കാം. എന്താണ് ഫാറ്റ്? ഫാറ്റ് എന്താ? തടിയുള്ളത്, വലിയത്. തടിയുള്ളത്, വലിയ ആള്. സിന ടീച്ചറും ബിഗ് ഫാറ്റുവാ. നിങ്ങളോ? തിന്നാണ്, മെലിഞ്ഞത്. കുഞ്ഞാണല്ലേ, വല്ലതാണ്. തടിയുള്ളത്, തിക്ക, കട്ടിയുള്ളത്, അതിനൊക്കെ പറയുന്ന പേരാണ് ഫാറ്റ്. തടിയൻ, ഫാറ്റ്. കുഞ്ഞാൾക്ക് എന്താ പറയുന്നത്? മെലിഞ്ഞിരിക്കുന്ന കുഞ്ഞ് പീക്കിരിയ പോലെ. തിൻ മെലിഞ്ഞത്. ഫാറ്റ് തടിയുള്ളത്. ഫാറ്റ് തിൻ. ഫാറ്റ് തിൻ. ടീച്ചർ ഒരു പിക്ചർ വരച്ച് കാണിക്കാം. ഫാറ്റായിട്ട് നമുക്കൊരു ക്യാൻഡിൽ വരയ്ക്കാവേ. ടീച്ചർ ആദ്യം ഒരു ഭയങ്കര തടിയുള്ളൊരു ക്യാൻഡിൽ വരയ്ക്കാം. ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? മെഴുകുതിരിയാട്ടോടാ, മെഴുകുതിരിയാണ് ക്യാൻഡിൽ. ഇതൊരു ഫാറ്റ് ക്യാൻഡിലാണ് അല്ലേ, തടിയുള്ളതാണ്. ഇപ്പം തൊട്ടടുത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട്, പൊക്കമൊക്കെ ഉണ്ട്, അവന് ഓക്കെയാണ്. പക്ഷെ അവൻ മെലിഞ്ഞതാണ്, കുഞ്ഞിതാണ്, അവന് വണ്ണം കുറവാണ്. ഇത് ഫാറ്റാണ്, ഫാറ്റ്. ഇതോ തിൻ. തിൻ കട്ടി കുറഞ്ഞത്, തിൻ. ഫാറ്റ് കട്ടി കൂടിയത്, വലുത്, വണ്ണമുള്ളത്. ഫാറ്റ്. ഇതെന്താണിത്? ഫാറ്റ്. ദിസ് ഈസ് തിൻ. ഫാറ്റ് തിൻ. ഫാറ്റ് തിൻ. ഫാറ്റ് എന്താന്ന് ടീച്ചർ പറഞ്ഞേ? ഫാറ്റ് വണ്ണമുള്ളത്, വലുത്. ഫാറ്റ് കട്ടി കൂടിയത്. തിൻ മെലിഞ്ഞത്. ഫാറ്റ് തിൻ. ഫാറ്റ് തിൻ. ഫാറ്റ് എന്തിനും കിട്ടിയോ? ഓക്കെ. അപ്പോൾ പേജ് നമ്പർ 85 എടുത്തേ. 85-ലൊരു വർക്കുണ്ട്. 85-ലൊരു വർക്കുണ്ട്. ഓക്കെ, പേജ് നമ്പർ 85 കേട്ടോ. നിങ്ങൾമാരൊന്ന് ഹെൽപ്പ് ചെയ്യണേ. സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫാറ്റ് ആൻഡ് തിൻ. അവിടെ 2 ഡോഗിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. 2 ഡോഗിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു ഡോഗ് ഫാറ്റാണ്, അവൻ നല്ല ചിക്കനൊക്കെ കഴിച്ച് മുട്ടയൊക്കെ കഴിച്ച് അവൻ നല്ല ഫാറ്റ് ഡോഗാണ്. മറ്റേ ഡോഗോ, അവനേതോ ചിക്കൻ ഒന്നും കഴിക്കാത്ത വീട്ടിലെയാ, എഗ്ഗൊന്നും കഴിക്കാത്ത വീട്ടിലേ കേട്ടോ. അവൻ തിന്നാൻ മെലിഞ്ഞ, അവൻ ആരും ഫുഡൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, അവൻ തിന്നാണ്. ഇത് മനസ്സിലായോ? ഒരു ഡോഗ് ഫാറ്റാണ്, അവൻ്റെ ഫുഡ് എന്തായിരിക്കും? അവൻ നല്ല ഫുഡൊക്കെ കഴിക്കും. പിന്നെ ഇതേ തിന്നായിട്ടിരിക്കുന്ന പിള്ളേരൊക്കെ കുറേ പേര് തിന്നാണ്. ടീച്ചർ ഫോട്ടോ ഒക്കെ കിടക്കും. പക്ഷെ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച്, നന്നായിട്ട് വെള്ളമൊക്കെ കുടിച്ച്, ഫുഡൊക്കെ കഴിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. ഫാറ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കണം. നമ്മളെല്ലാം എനർജറ്റിക് ആയിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണം. ഫുഡ് കഴിക്കുന്നത് വണ്ണം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഫുഡ് കഴിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് നന്നായിട്ട് ഓർമ്മ നിൽക്കാനും, നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ, ഡിസീസൊന്നും വരാതെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും. ഇപ്പം ഈ കൊറോണയൊക്കെ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് വലിയ പ്രാധാന്യമുണ്ട്. എന്താണ്? നല്ല ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്ക് അസുഖങ്ങൾ അധികം പെട്ടെന്ന് പിടിക്കില്ല. അതേസമയം ബോഡി വീക്കായിട്ടുള്ള, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആൾക്കാർക്കാണ് പെട്ടെന്ന് അസുഖങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ്, നല്ല ഫുഡ്, വീട്ടിലത്തെ ഫുഡ്, പുറത്തുനിന്നുള്ള ഫുഡ് അധികം കഴിക്കരുത് കേട്ടോ.
എന്താ കാരണം എന്നറിയാമോ? ടീച്ചർ ഇപ്പോൾ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നത് ഒരുപാട് കേക്കുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ടമാനം നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് ബോഡി വീക്കാവുക ചെയ്യും. നമുക്കത് വലിയ ആരോഗ്യമൊന്നും കിട്ടുന്നില്ല. വീട്ടിൽ ഉമ്മിമാരുണ്ടാക്കുന്ന വീട്ടിൽ കിട്ടുന്ന ഫുഡ് നല്ല നല്ല ഫുഡുകൾ മാത്രം, നല്ല ഹൈജീനിക് ആയ ഫുഡുകൾ മാത്രം വേണം പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ കഴിക്കാൻ. ഓക്കെ, അപ്പോൾ ബാക്കി പറയാം. ഫാറ്റ് എന്താണ്? ഫാറ്റ് തടിയുള്ളത്, തിൻ മെലിഞ്ഞത്. നോക്കി, താഴെ 2 ആൾക്കാരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കണേ. താഴെ 2 ആൾക്കാരുടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരാൾ ആരാ? തടിയനാണല്ലേ, ഫാറ്റ് മേനാണ്. അടുത്തയാളോ തിന്നാണ്, മെലിഞ്ഞ തിന്നാണ്. പിന്നെ നിങ്ങളാണേലും ആൾക്കാരെയൊക്കെ നോക്കണം. ഉമ്മയും വാപ്പി പിന്നെ അടുത്തുള്ള വീട്ടിലൊക്കെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഫാറ്റായിട്ടുള്ള ആൾക്കാരാണ്. കളിയാക്കൊന്നും ചെയ്യില്ല കേട്ടോ, ആരെയും കളിയാക്കല്ലേ. കളിയാക്കുന്നതൊക്കെ ദോഷമാണ്, മോശമുള്ള കാര്യമാണ്. ആരെയും കളിയാക്കല്ല. പക്ഷെ നമ്മൾ വെറുതെ നമ്മളൊന്ന് ടീച്ചർ പറഞ്ഞില്ലേ ചുറ്റുമല്ല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്, ചുറ്റുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. ദെൻ എ ഫാറ്റ് റാറ്റ്, ഒരു തടിയനായ എലി, ഫാറ്റ് റാറ്റ്. ദെൻ എ തിൻ റാറ്റ്, അവന് 2 പല്ല് മാത്രമേ ഉള്ളൂ അല്ലേ, തിൻ റാറ്റ്. അപ്പോൾ നമ്മൾ ഈ ഫാറ്റിൻ്റെയും തിന്നിൻ്റെയും ചാപ്റ്റർ പേജ് പഠിച്ചു. എന്താണ് ഫാറ്റ്? തടിയുള്ളതെന്ന് നിങ്ങൾ ഓർത്താൽ മതി. വണ്ണമുള്ളത് തടിയുള്ളതാണ് ഫാറ്റ്. തിന്നെന്ന് പറഞ്ഞാൽ മെലിഞ്ഞിരിക്കുന്നതാണ്, കട്ടി കുറഞ്ഞ് സ്ലിം ആയിട്ടിരിക്കുന്നതിനാണ് തിന്നെന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റ് തിന്ന് പഠിച്ചേ. ദെൻ പേജ് നമ്പർ 86 എടുത്തേ. അവിടെ ഒരു എക്സസൈസ് ഉണ്ട്, പേജ് നമ്പർ 86 ഫൈൻഡ് ഇറ്റ് ഔട്ട്. ഫൈൻഡ് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ? സർക്കിൾ ദ സെറ്റ് ഓഫ് 2 ഫാറ്റ് പീപ്പിൾ. സർക്കിൾ ദ സെറ്റ് ഓഫ് 2 ഫാറ്റ് പീപ്പിൾ. സർക്കിൾ ചെയ്യുക എന്തിന്? 2 ഫാറ്റ് പീപ്പിൾ നിൽക്കുന്നതിന് സർക്കിൾ ചെയ്യുക. സർക്കിൾ ചെയ്യുക എന്തിനാണ്? 2 ഫാറ്റ് ആയിട്ടുള്ള 2 ആൾക്കാർ നിൽക്കുന്ന ഗ്രൂപ്പിന് സർക്കിൾ ചെയ്യാൻ. ഏതാണ് 2 ഫാറ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ്? 2 പേര് നിൽക്കുന്ന ഗ്രൂപ്പ് ഏതാണ്? ഇതാണ് ആ ബോളിൻ്റെ മുകളിലായിട്ടല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പെൻസിൽ ഉപയോഗിച്ച് ഇതാ ഈ 2 ഫാറ്റ് പീപ്പിളിന് സർക്കിൾ ചെയ്യണം. സർക്കിൾ എന്താണെന്നറിയാലോ? ടീച്ചർ പഠിപ്പിച്ചല്ലേ സർക്കിള്? CIRCL സർക്കിള് പഠിപ്പിച്ചാണ്. അവിടെ ദെൻ കളർ 1 ബിഗ് ഒബ്ജക്റ്റ്. കളർ 1 ബിഗ് ഒബ്ജക്റ്റ്. ദർ ഈസ് 2 balls കൊടുത്തിട്ടുണ്ട്. 2 balls ഉണ്ട് അവിടെ, ഒരെണ്ണമല്ല 2 എണ്ണം ഉണ്ട്. There is 2 balls. Color 1 big object. അതിനകത്ത് ബിഗ് ബോൾ ഏതാണോ, ബിഗ് ബോൾ, ആ ബിഗ് ബോളിന് എന്ത് ചെയ്യണം? കളർ ചെയ്യണം. ബിഗ് ബോളിന് കളർ ചെയ്യണം. റെഡിയാണല്ലോ? ഇതിനകത്ത് ഏതാ ബിഗ് ബോള്? 2 ബോൾ കൊടുത്തിട്ടുണ്ട്. ഏതാ ബിഗ് ബോൾ? ഏതാ? ഇതാണ് ബിഗ് ബോൾ അല്ലേ. അപ്പൊ ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നമ്മൾ ഡിജിറ്റൽ പെയിന്റിങ്ങിനൊക്കെ കളർ കൊടുത്തില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഇതിന്റെ ഓരോ ബോക്സിനും ഓരോ കളർ കൊടുത്താൽ നല്ല ഭംഗിയായിട്ടിരിക്കും, നല്ല അടിപൊളിയായിരിക്കും. ഫുൾ ഒരു കളർ കൊടുക്കാതെ ഓരോ ബോക്സിനും ഓരോ കളർ കൊടുക്കണേ. ഓക്കെ, കൂട്ടന്മാരും മിടുക്കരായിട്ട് ചെയ്യുന്ന ടീച്ചറിന് അറിയാം, അതുകൊണ്ട് ടീച്ചർ നിങ്ങളോട് പറയുന്നത്. ദെൻ താഴെ നോക്കിക്കോ. ഡ്രോ എ സ്ക്വയർ around the set of 3 thin objects. Draw a square. ടീച്ചർ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഡ്രോ എ സ്ക്വയർ, ഒരു സ്ക്വയർ വരയ്ക്കുക. എവിടെ? എറൗണ്ട് ദ സെറ്റ് ഓഫ് 3 thin object. എറൗണ്ട് ദ സെറ്റ് ഓഫ് 3 thin object. തിൻ ആയിട്ടുള്ള 3 പെൻസിൽ കൊടുത്തിട്ടുണ്ട്. തിന്നെന്ന് പറഞ്ഞ ടീച്ചർ പറഞ്ഞല്ലോ. എന്താ തിന്ന്? കട്ടി കുറഞ്ഞതാണ് തിൻ. അപ്പൊ തിന്നായിട്ടുള്ള ആ ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം? ഒരു സ്ക്വയർ വരയ്ക്കണം. സർക്കിൾ അല്ല. നമ്മളിവിടെ ഫാറ്റ് പീപ്പിളിന് സർക്കിൾ അല്ലേ വരച്ചത്? ഇവിടെ സർക്കിൾ അല്ല. ഇവിടെ 3 1 2 3 ഇത് കൗണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. 1 2 3 ഓക്കെയാണ്. ഇവിടെ തിൻ ആയിട്ടുള്ള പെൻസിൽ ഉണ്ട്, ബട്ട് ഇവിടെ 2 എണ്ണം ഉള്ളൂ. ഇവിടെ 1 2 3 ഉണ്ട്, ഇവിടെ 1 2 ഉണ്ട്. ഇവിടെ ഉള്ളത് ഫാറ്റ് പെൻസിലാണ്. അപ്പോൾ 1 2 3 പെൻസിൽ ഉണ്ട്, ഇവിടെ 1 2. അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ? ഏതാ? ഇവിടെ ഈ 3 thin നോക്കിക്കേ പെൻസില്. അവിടെ എന്ത് ചെയ്യണം? എന്താ വരയ്ക്കണ്ടേ? സ്ക്വയർ വരയ്ക്കണം. സ്ക്വയർ എന്താ സ്ക്വയർ? ഇതാണ് സ്ക്വയർ. സ്ക്വയർ ഇല്ലേ? ഇതിൽ പഠിപ്പിച്ചല്ലേ കഴിഞ്ഞ ആഴ്ച? എത്ര ആഴ്ചയായി പഠിപ്പിക്കുന്നു? SQUARE സ്ക്വയർ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ 4 കൗണ്ട് ചെയ്യാൻ പഠിച്ചിരുന്നു അല്ലേ? 4 നമ്മൾ കൗണ്ട് ചെയ്യാൻ പഠിച്ചിരുന്നു. അപ്പോൾ 2 പേജിലെ ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ നമുക്കിന്ന് 1 പേജിലും കൂടെ ഹോംവർക്ക് കൊടുക്കാം അല്ലേ? 4ന്റെ പേജിലെ ഹോംവർക്ക് കൂടെ പഠിക്കാം. അത് പോരെ, എന്നിട്ട് നമുക്ക് നമ്പേഴ്സ് ഒന്ന് പഠിക്കാം. അതോ നമുക്ക് ഈ 2 പേജിലെ ഹോംവർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് മാത്സ് ഒന്ന് ബോർഡിൽ എഴുതി നോക്കാം അല്ലേ?
ഇത് മതിയല്ലേ? ഒരുപാടാകുമ്പോൾ നിങ്ങൾക്ക് വർക്ക് കൂടുതലല്ലേ. അപ്പൊ പാട്ടും തിന്നും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പാട്ടും തിന്നും. ഓക്കെ. Then cut the board. This is number 1. Number 1. Number 2. This is number 2. Then number 3. 3. 4. 4. 5. 5. 1, 2, 3, 4, 5. ഇന്ന് നമ്മൾ എന്ത് പിക്ചറാണ് മണ്ണിന് വരയ്ക്കുന്നത്? ഒരു ബലൂൺ വരച്ചാലോ? ഈസി ആയിട്ട് ഒരു ബലൂൺ വരച്ചാൽ മതി. ഈസി ആയിട്ട് വരയ്ക്കാം. സ്മോൾ ബലൂൺ. ഹിയർ ഈസ് 2 ബലൂൺ വേണം അല്ലേ? 2 ബലൂൺ വേണം. ബലൂണിന് ഞാൻ ചെറിയൊരു ഇതൊക്കെ കൊടുത്തേക്കാം. ബലൂൺ വരയ്ക്കാൻ ഈസി ആട്ടോ, നിങ്ങൾക്ക് വരയ്ക്കാനുള്ളതുള്ളൂ. 3. എത്ര ബലൂൺ വേണം? 1, 2, 3. Then 4. 1, 2, 3, 4. Then 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. O-N-E 1. O-N-E 1. O-N-E 1. O-N-E 1. Then T-W-O 2. T-W-O 2. O-N-E 1. T-W-O 2. Then T-H-R-E 3. T-H-R-E 3. T-H-R-E 3. O-N-E 1. T-W-O 2. T-H-R-E 3. Then F-O-U-R 4. F-O-U-R 4. F-O-U-R 4. F-O-U-R 4. F-O-U-R 4. F-I-V-E 5. F-I-V-E 5. F-I-V-E 5. O-N-E 1. T-W-O 2. T-H-R-E 3. F-O-U-R 4. F-I-V-E 5. O-N-E 1. T-W-O 2. T-H-R-E 3. F-O-U-R 4. F-I-V-E 5. ഒന്നുകൂടെ പറയണം. once more. ഒന്നുകൂടെ പറയണം. O-N-E 1. T-W-O 2. T-H-R-E 3. F-O-U-R 4. F-I-V-E 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. 1, 2, 3, 4, 5. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഇത്രയും നമുക്ക് കിട്ടിയല്ലോ. സ്പെല്ലിങ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. സ്പെല്ലിങ് ആരും കാണാതെ ഒന്നും പഠിക്കണം. പിന്നെ നിങ്ങൾ ഓറലായിട്ട് ഇപ്പം ഇങ്ങനെ എഴുതുമ്പോൾ സ്പെല്ലിങ്ങും കൂടി ഇങ്ങനെ ഓർത്ത് പറഞ്ഞുകൊണ്ട് എഴുതുവാണെങ്കിൽ ഇപ്പോൾ 3, 2 എഴുതുവാണെങ്കിൽ TWO 2. ഇത് TWO ആണ് 2ൻ്റെ സ്പെല്ലിംഗ് ഒക്കെ ഇംഗ്ലീഷിൻ്റെ ലെറ്റേഴ്സ് എല്ലാം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് സ്പെല്ലിംഗ് കണ്ടാൽ ഐഡന്റിഫൈ ചെയ്യാറാവും. എഴുതണ്ട, സ്പെല്ലിംഗ് കണ്ടാൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യണം. ടീച്ചർ ഇവിടെ എന്തോ ONE1 എന്ന് എഴുതുമ്പോൾ നിങ്ങൾക്ക് എന്താ വേണം? നിങ്ങളിത് ഇവിടെ ഇനി ടീച്ചർ എഴുതുമ്പോൾ ടീച്ചർ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് ഇത് ONE1 ആണെന്ന് അറിയാൻ പറ്റും. നമ്മളിവിടെ മാത്തമാറ്റിക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ക്ലാസ് LKG എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് മാത്തമാറ്റിക്സ് എന്ന് എഴുതുമ്പോൾ ടീച്ചർ ഇത് മാത്തമാറ്റിക്സ് ആണ്, സിനഡിച്ചർ എഴുതുന്ന സബ്ജക്റ്റ് ആണ്, സിനഡിച്ച് ആണെന്ന് അറിയാം. അതുപോലെ തന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയത്തില്ലെങ്കിലും സിനഡിച്ചർ ഇവിടെ ONE1 എന്ന് എഴുതുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇവിടെ ഇനി വേറെ എവിടെയായാലും നമ്മളിപ്പോൾ ഇവിടെ ONE1 എന്ന് എഴുതിയാലും ടീച്ചർ ഇങ്ങനെ ഇവിടെ എഴുതിയാലും
ഇത് ടീച്ചർ ONE1 ആണ് അവിടെ എഴുതിയിരിക്കുന്നത്, 1ന്റെ സ്പെല്ലിംഗ് ആണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ടീച്ചർ അങ്ങനെ എഴുതുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു വേർഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സ്പെല്ലിംഗ് അറിയത്തില്ലെങ്കിലും ആ വേർഡ് കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഇന്ന വേർഡാണ്. ആ വേർഡിന് 3 ലെറ്റേഴ്സ് ഉണ്ട്, 3 ലെറ്റേഴ്സ് ചേർന്നാണ്, 3 ആൽഫബറ്റ്സ് ചേർന്നാണ് ആ വേർഡിന്റെ സ്പെല്ലിംഗ് പോകുന്നുള്ളൂ. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ടീച്ചർ ഇവിടെ ഓയും എഴുതിയെന്ന് വിചാരിച്ചോ, ടീച്ചർ ഇവിടെ എന്നെ എഴുതിയിട്ടില്ല എന്ന് കരുതിക്കോ. പക്ഷെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾക്ക് 1ന്റെ സ്പെല്ലിംഗ് അറിയത്തില്ല എങ്കിലും നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്സിങ് ആണ്, ഇവിടെ ഏതോ ഒരു സ്പെല്ലിംഗ് ടീച്ചർ എഴുതിയിട്ടില്ല, മിസ്സിങ് ആണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്? ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ ONE അവിടെ 3 ലെറ്റേഴ്സിന്റെ 3 ആൽഫബറ്റ് ചേർന്നാണ് ONE വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെ എന്തോ ഒരു കുറവുണ്ട്. ഏത് ലെറ്റർ ആണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റിയെന്ന് വരികയല്ല, പക്ഷേ പറ്റും. ടീച്ചർ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ച് കുറേ കഴിഞ്ഞ് എല്ലാ ലെറ്ററും പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പറ്റും. പക്ഷേ അവിടെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ഇത് ONE1ന്റെ സ്പെല്ലിംഗ് അല്ലാതെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലേ, അത്രയും മതി. അതിന് വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ സ്പെല്ലിംഗ് ബോർഡിൽ എഴുതുന്നത് കേട്ടോ. സാധാരണ LKGയിൽ കുഞ്ഞു ക്ലാസ്സുകളിലൊന്നും അങ്ങനെ സ്പെല്ലിംഗ് ആയിട്ട് അത്ര ഇതായിട്ട് പഠിപ്പിക്കുന്നില്ല, ഓറൽ എക്സാമിന്. പക്ഷെ നിങ്ങൾ കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്ത് കുറച്ചുകൂടെ ബ്രൈറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ സ്പെല്ലിംഗ് എഴുതുന്നത്. സ്പെല്ലിംഗ് എഴുതിയില്ല എന്നുള്ള ആരും പേടിക്കൊന്നും വേണ്ട. അപ്പോൾ ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും പോർഷൻസ് എടുത്തു. പിന്നെ നമ്മളെന്താ ഫാറ്റും തിന്നും എടുത്തു, ഫാറ്റും തിന്നും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 6 എടുത്താൽ മതിയായിരുന്നു. ഒരുപാട് സ്പീഡിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല, 6 നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് 5ന്റെ ഹോംവർക്ക് ചെയ്താലോ? പേജ് നമ്പർ 5ന്റെ ഹോംവർക്ക് ചെയ്താലോ? അതോ അടുത്ത ദിവസം ചെയ്താൽ മതിയോ? 5 ഒന്നും കൂടെ എഴുതി പഠിച്ചിട്ട് നമുക്ക് ചെയ്യാം അല്ലേ? ടീച്ചർ ബോർഡിൽ 5 ഒന്നുകൂടെ കാണിക്കട്ടെ. എല്ലാവർക്കും ഒന്നും അറിയില്ല, 3, 4 വരെ ഒക്കെയാണ്. 5 ടീച്ചർ ഒന്നും കൂടെ ബോർഡിൽ കാണിക്കാം. കാരണം 5 ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്, എല്ലാവരും എഴുതി ഇട്ടിട്ടില്ല. നോക്കിക്കോ, here and then a standing line, then a curve. This is number 5. Number 5. Here is a sleeping line, then a standing line, then a curve. This is number 5. Number 5. ടീച്ചർ ഒരു റിവിഷൻ പോലെയാണ് വിടുന്നത് കേട്ടോ, ഇതിന് സ്പീഡായിട്ട് വിടുന്നില്ല. അടുത്ത ആഴ്ച നമുക്ക് 6 പഠിക്കാം. അപ്പം നമുക്ക് ഈ 5ന്റെ ഇനി 3 ഒക്കെ ടീച്ചർ ഇനി എഴുതി കാണിക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് 3 ഒക്കെ ഡൗട്ടുള്ളവരുണ്ടോ? 3 ഒക്കെ എങ്ങനെ എഴുതുന്നത് ഡൗട്ടുള്ളവരുണ്ടോ? ഉണ്ടോ? ടീച്ചർ കാണിക്കാം ഒന്നുകൂടെ. 1 എഴുതി കാണിക്കണ്ടല്ലോ, ഓക്കെ അല്ലേ നിങ്ങൾ? 1 ഓക്കെ. 2 എഴുതി കാണിക്കണം. ഓക്കെ, 2. Okay, then 3 double curve, 3, 1 standing line, 1 sleeping line, then another standing line. Number 4 easy ആണല്ലേ? 5, 2, 3, 4, 5, 2, 3, 4, 5. ഇനി ടീച്ചർ ഇച്ചിരി ചെറുതാക്കി എഴുതാം. ഇനി ഈ വലുതാക്കി എഴുതുന്ന പരിപാടി നിർത്തിയെടുത്ത് ടീച്ചർ ഇച്ചിരി ചെറുതാക്കി എഴുതാം. നിങ്ങൾക്ക് കാണാൻ പറ്റൂലേ? ഇത്രയും എഴുതും മതി. 2 ഡബിൾ കർവ് വരച്ചിട്ട് 3 നമ്പർ 4. അപ്പോൾ ഇനി 1ന് സങ്കടം ആവണ്ട, 1നെ കൂടി ഇവിടെ എഴുതിയേക്കാം. ഇനി 1നൊരു സങ്കടം ആവണ്ട, 1 അവിടെ കിടന്ന് ഒറ്റയ്ക്ക് കിടന്ന് കരയണ്ട. അതുകൊണ്ട് 1നെ കൂടി ഇങ്ങോട്ട് എഴുതി കേട്ടോ. 5, 1, 2, 3, 4, 5. പിന്നെ നമ്മൾ എന്തെല്ലാം പഠിച്ചേ? സർക്കിൾ പഠിച്ചല്ലേ? സർക്കിൾ വരയ്ക്കണം എന്ന്. സർക്കിളിന്റെ ഷേപ്പ് അറിയാലോ, സിമ്പിൾ റൗണ്ട് ആണ്. സ്ക്വയർ ടീച്ചർ വരച്ച് കാണിച്ചിരുന്നു, സ്ക്വയർ വരച്ചു. ദെൻ ഫാറ്റ് പഠിച്ചു, തിൻ പഠിച്ചു, ബിഗ് പഠിച്ചു. ബിഗ് പഠിച്ചില്ലേ? ഏതായിരുന്നു ബിഗ്? വലുത്. ബിഗ് എന്തായിരുന്നു? വലുത്. ബിഗ് പഠിച്ചു. സ്മോൾ ചെറുത്, കുഞ്ഞിത്. ബിഗ് വലുത്, സ്മോൾ കുഞ്ഞിത്. ബിഗ് വലുത്, ദെൻ സ്മോൾ കുഞ്ഞിത്. ദെൻ ഫാറ്റ് അടിയുള്ളത് വലുത്. ഫാറ്റ് തിൻ മേലിഞ്ഞത്. ഓക്കെ, ദെൻ സ്പെല്ലിംഗ് പഠിച്ചു. ONE1, TW2, THRW3, FOUR4, FIVE. 1, 2, 3, 4, 5. Then what's the name of our school? ഇനി ചോദിക്കണോ? Eden's Public School. What's the name of our principal sir? പഠിച്ചു. Shafiq sir. What's the name of our country? India. പഠിച്ചല്ലോ. ഇന്ത്യയുടെ പിക്ചർ ടീച്ചറിട്ട് തന്നായിരുന്നു. ഓക്കെ, ദെൻ വിച്ച് ഈസ് അവർ സ്റ്റേറ്റ്? ഏതാണ് നമ്മുടെ സ്റ്റേറ്റ്? ഏതാണ് സ്റ്റേറ്റ്? ഏതാണ്? കേരള. അപ്പോൾ ഓക്കെ, ടുഡേസ് ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.